ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൂച്ചകളെല്ലാം ഒന്ന് അഴിച്ചു വിട്ടു കേട്ടോ. ആൾ എന്നെയും കൊണ്ട് പോകണം, കണ്ടോ, ക്യൂട്ടിയാണ് നിൽപ്പുണ്ട്. അതിൻ്റെ പുറകെ കേട്ടോ പോണേ. ഐ, എന്നെ വലിച്ചോണ്ട് പോകലടാ. കോയിനെ ഞാനിവിടെ കെട്ടിയിട്ടോ. ക്യൂട്ടി ഇതേ ഓടിപ്പോവാ. അപ്പോൾ അവളെ കണ്ടിട്ട് ഇവന് ഓടാൻ നോക്കുന്നുണ്ട്. ഇവനെ അഴിച്ചു വിട്ടാനുള്ള പ്രശ്നം, ഇവനങ്ങ് പോവും കേട്ടോ, അങ്ങ് പോവും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉണ്ട് അവൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ അഴിച്ചു വിടാണ്ട് ഭയങ്കര ദേഷ്യക്കാരനാട്ടോ കൊക്കോ. അവൻ ചിലപ്പോൾ തന്നെ അഴിച്ചുകൊണ്ടും പോകും കേട്ടോ. അവൻ്റെ സ്വഭാവം അതാണ്. എന്നെ അഴിച്ചു വിടാട്ടോ, അവിടെ നിൽക്ക്. കണ്ടോ, നിങ്ങളെ രണ്ടുപേരെ ഞാൻ അവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കട്ടെ. ആഹാ, എന്തോ കളിയാട്ടോ കാര്യമായിട്ട്. കക്ഷി ഒരാളവിടെ പോയി, ഒരാളെ പിടിച്ചാൽ കിട്ടത്തേ ഇല്ല. ഇതുണ്ടോ നോനി. ഞാൻ ചുമ്മാ അവരെ വീട്ടിൽ വിളിക്കുന്ന പേര് പൂപ്പി നോനി എന്നൊക്കെ കേട്ടോ. അവരെ കൊടുക്കാനുള്ളതായതുകൊണ്ട് ശരിക്കുമുള്ള പേര് ഇട്ടില്ല. ഇവിടെ ഏയ്, ഇതാ ക്യൂട്ടിയുടെ വഴിക്ക് പോന്നു. ക്യൂട്ടി, നിന്റെ കുഞ്ഞുങ്ങളെന്തേ? ക്യൂട്ടി കൊക്കോനെ ഞാനോട് കെട്ടിട്ടേക്കുവാണ്. പാവം കൊക്കോ. അവനെ അഴിച്ചു വിട്ടാൽ അപ്പം അവൻ ചാടിപ്പോ. അതുകൊണ്ട് അവനെ അഴിച്ചു വിടാനേ പറ്റില്ല. പോയാൽ പിന്നെ 2 പറമ്പ് അപ്പുറം നിന്നൊക്കെ അവനെ കിട്ടത്തുള്ളൂ. കുഞ്ഞുങ്ങളിവിടെ ഭയങ്കര കളിയാട്ടോ. നോനി, ഇതിന് ഇച്ചിരി ഒരു മഞ്ഞ കളറുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമാണ്. അവൻ ഭയങ്കര തൂവെള്ള. അവനാണോ അവളാണോ, ഇതാണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. കൊക്കോ അവിടെ ഇരുന്ന് വിഷമിച്ച് കരയുന്നുണ്ട് കേട്ടോ. ക്യൂട്ടി അഴിച്ചു വിട്ടേക്കണ ആയതുകൊണ്ട് അവനെപ്പടി സങ്കടം, അവനെ അഴിച്ചു വിടാത്തുണ്ട്. കൊക്കോ എന്നാ കളിയാ ഇവിടെ നടക്കണേ, ഭയങ്കര കളിയാ ഇവിടെ. പൂപ്പി, ഈ വെളുത്തനെ ഞാൻ പൂപ്പിന്നാ വിളിക്കുന്നത്. മഞ്ഞ കളറുള്ള എൻ്റെ പേര് നോനി. നോനിയും പൂപ്പിയും ഭയങ്കര കളിയാ. കണ്ടോ, 5 പൂച്ച കുഞ്ഞുങ്ങളുണ്ടായതാണ്. ഒരെണ്ണം ചത്തുപോയി, പിന്നെ 2 എണ്ണത്തിനെ കൊടുത്തു. ഒരെണ്ണത്തിൻ്റെ കണ്ണ് ഭയങ്കര റെയറായിരുന്നു കേട്ടോ. 2 കണ്ണും 2 കളറായിരുന്നു. ക്യൂട്ടിക്കും അതുപോലെ തന്നെ കൊക്കോയ്ക്കും ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. നല്ല രസമായിരുന്നു എല്ലാത്തിനെയും കാണാനായിട്ട്. അയ്യോ, ക്യൂട്ടിയെ കാണാനില്ല. ക്യൂട്ടി അവിടെ പോയി നമുക്ക് നോക്കാം കേട്ടോ. ക്യൂട്ടി ഇതേ വണ്ടി ഷെഡിൻ്റെ അവിടെ ഏതാണ്ട്. ക്യൂട്ടി പിന്നെ നമുക്ക് പിടിക്കാൻ കിട്ടും. അവൾ അങ്ങനെ വേഗം ഓടിപ്പോകത്തൊന്നുമില്ല. കൊക്കോനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവനെ പിടിക്കാനേ കിട്ടത്തില്ല കേട്ടോ. എന്തിനോ അവള് കണ്ടു, അതാണ് അവൾ ഇവിടെ പറ്റിക്കൂടി നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്ക് ചില ക്യാറ്റ്സൊക്കെ വരാറുണ്ട്. അവരുടെ സ്മെല്ല് കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് പോവാം. അവരെന്തോ കാര്യമായിട്ട് കളിയാട്ടോ. കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം അതുങ്ങളൊക്കെ പുറകെ ഇങ്ങനെ ഓടി ഓടി കളിയാണ് അവർ. എന്ത് കളിയാ? എനിക്ക് തോന്നുന്നു അവർ ഹൈഡ് ആൻഡ് സീക്കാ കളിക്കുന്നത് തോന്നുന്നു. പൂപ്പി അച്ചടാ, എന്ത് ക്യൂട്ടാലേ. പൂപ്പി നോനി, ഇത് പമ്മി നോക്കുവാണേ. പൂപ്പി നോനി, ഭയങ്കര കളിയാ നിങ്ങള്. അച്ചടാ, എന്ത് ക്യൂട്ടാന്നേ. എന്തോ കളിയാ. ഞാൻ വിളിക്കുമ്പോ ഒക്കെ എത്തി നോക്കും കേട്ടോ എന്താന്ന്. പൂപ്പി പിടിക്കാനുള്ള പോക്കാട്ടോ നോനി. ചാടി ഒരൊറ്റ വീഴ്ചയാണേ. ഓ അയ്യോ, നോനിക്കാണ് മഞ്ഞ കളറേ. കണ്ട, 2 പേരും കൂടെ തല്ലുകൂടാണ്ട് രാവിലെ. നല്ല അടിയുടെ കുറവല്ലേ.
എന്നിട്ട് എന്നെ നോക്കൂട്ടോ ഇടയ്ക്ക് ഓട്ട കണ്ടിട്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാം. കണ്ടോ മറ്റോ വന്ന് തോണ്ടിട്ട് ഓടും. അപ്പൊ ഇതിന് ദേഷ്യം വരും. ജോണി 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 അയ്യോടാ കൊക്കോ. കൊക്കോ നല്ല കലിപ്പിലിരിക്കട്ടോ. കൊക്കോടെ അടുത്ത് പോവാം. അവന്റെ മൂഡ് എന്താണ്, അവനെ അഴിച്ചു വിടാണ്ട്. അവന് നല്ല കലിയാട്ടോ. കൊക്കോ കൊക്കോ മൈൻഡ് ചെയ്യുന്നല്ലോ. അഴിച്ചു വിടടി എന്നെന്നാ പറയണ. അഴിച്ചു വിടടി, അഴിച്ചു വിടടി അമ്മേ. കൊക്കോ ബട്ടർഫ്ലൈസ് ഒക്കെ പോകുന്നുണ്ട്. പുള്ളിക്ക് അതിന്റെ പുറകെ പോകേണ്ട അപ്പടി സങ്കടമാണ്. എങ്ങനെ ചാടി പോകാം എന്നാണ് പുള്ളി നോക്കുന്നത് കേട്ടോ. ആ മതിലൊക്കെ പുള്ളി ഈസി ആയിട്ട് ചാടി കയറുന്നതാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണുന്നില്ല കേട്ടോ കണ്ടുപിടിക്കാൻ. ഭയങ്കര പാടാ. കുഞ്ഞുങ്ങളെല്ലാം തിരിച്ച് കൂട്ടി കയറ്റാറായിട്ടോ. അല്ലെങ്കിൽ അതുങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കും. പൂപ്പിന്ന് പോലെ പിന്നെ പിടിച്ചാ കിട്ടില്ല കേട്ടോ. ഓഹോ മണ്ണിൽ ഉരുണ്ടല്ലോ ഇത്ര നേരം കണ്ട്. ഞാൻ ആര് കുളിപ്പിച്ച് വൃത്തിയാക്കും? അയ്യേ കോക്കാച്ചിക്ക് കൊടുത്തുവിടാൻ പോനെ. കളയാൻ പോവാ അടുത്ത്. മുഷിഞ്ഞ പൂച്ചക്കുഞ്ഞിനെ എനിക്കൊന്നും വേണ്ട. ഇനി അടുത്തതിനെ നമുക്ക് പിടിക്കാം. പിടിച്ചേ. ഇവനെ പിന്നെ പിടിക്കാൻ വലിയ പാടില്ലാട്ടെ. ഞണ്ടിന്റെ മാണ്ടൊരു കള്ള ലക്ഷണം. കള്ള ലക്ഷണം. ഫസ്റ്റ് നമുക്ക് ഇതുങ്ങളെ ഒന്ന് കൊണ്ടിടാം. എന്നിട്ട് വലിയ പൂച്ചേനെ ഓരോന്നായിട്ട് വേണം കൊണ്ടിടാനായിട്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ കൊക്കൊക്കെ കൈ കടിച്ചിട്ട് ചാടിപ്പോകും കേട്ടോ. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പൊ ഇതിനെ ഒന്ന് കൊണ്ടിട്ട് തരാം കേട്ടോ. നമുക്ക് ക്യൂട്ടിയെ പിടിക്കാൻ കേട്ടോ. അവളെ പിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അവള് പാവമാണ്. പാടി ആദ്യം തന്നെ നമുക്ക് കൂട്ടി പോട്ടോ. ലാസ്റ്റാണ് നമുക്ക് കൊക്കോനെ പിടിക്കുന്നത്. അവനെ കൂട്ടിക്കയറ്റിൽ ഇച്ചിരി പാടാട്ടോ. ഐ അവിടെ നിൽക്കണേ. ടാറ്റ കൊടുത്തേ. ടാറ്റ ടാറ്റ. കോനെ പിടിച്ചോണ്ട് പോകാൻ കുറച്ച് പാടാട്ടോ. അവൻ എന്നാലും കൂട്ടി കയറാൻ താല്പര്യമില്ല. ഓ ഫസ്റ്റ് ഞാൻ ഇതങ്ങ് അഴിക്കും. എന്നിട്ട് ഇങ്ങനെ കഴുത്തെ കൂട്ടി പിടിക്കും. എന്നിട്ട് ഇങ്ങനെ പിടിക്കും. അല്ലെ കക്ഷി മാന്താനുള്ള പ്രവണത കുറച്ച് കൂടുതലാണ്. അവന് കൂട്ടി കയറാൻ ഇഷ്ടമല്ല. ഇതെന്നോട് എങ്ങനെ ഇരിക്കണേ. അതോ കയ്യിൽ ചാടിപ്പോയാൽ പിന്നെ അവനെ കിട്ടത്തേ ഇല്ല. അലീഷെടുത്തേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ആ കഴുത്തല തുടലങ്ങ് എടുത്തിടും. എന്നിട്ട് നടത്തി കൊണ്ടുപോകും. കൂടിന്റെ അടുത്ത് എത്തുമ്പോൾ അത് ഊരി പെട്ടെന്ന് ടക്കുന്നങ്ങ് എടുത്തിടും. അയ്യോ എന്നാണ് രാവിലെ ഇറങ്ങാനാണല്ലോ നീ. യു ആർ അണ്ടർ അറസ്റ്റ്. എനിക്ക് ഒന്ന് എടുത്തരോ, അല്ല അവൻ ചാടിപ്പോ. അപ്പൊ ഇതിനെ നടത്തി തന്നെ കൂട്ടിലേക്ക് കൊണ്ടോ. അതായിരിക്കും നല്ല. എണീക്കടാ. ഇപ്പൊ എണീക്കണ്ടേ. ഇവനെ ഇങ്ങനെ നടത്തി കൂട് വരെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് അഴിച്ചിട്ട് കെട്ടിയിടും. അതായിരിക്കും ഈസി അവനെ സംബന്ധിച്ച്. കൂട്ടിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു പോവില്ല കേട്ടോ. അവനറിയാം അവനെ കൂട്ടിയിടാനാണ്. അതുകൊണ്ട് അവൻ വേറെ ഡയറക്ഷനിൽ അവൻ നടന്നു പോകുള്ളൂ. പിന്നെ ഈ വണ്ടി ഷെഡിൻ്റെ അടിയിലൊക്കെ ധാരാളം പൂച്ച തന്നെ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അങ്ങോട്ടേക്കാണ് എപ്പോഴും പക്ഷി പോണത്. എല്ലാ വണ്ടിയുടെ അടിയിലും പോയി മണം പിടിക്കും. സ്മെല്ല് ചെയ്ത് നോക്കും. വേറെ പൂച്ച വന്നിട്ടുണ്ടോ, വേറെ പൂച്ച ഇരിപ്പുണ്ടോ. നാളൊരു പൂച്ച വന്നു കഴിഞ്ഞിട്ട് അതിനെ ഓടിച്ച പറമ്പ് വരെ കടത്തി വിട്ട്. അതൊന്നും അവനിഷ്ടമല്ല. അവൻ്റെ ടെറിട്ടറി വേറെ പൂച്ച കയറുന്നതൊന്നും അവനിഷ്ടമല്ല. പിന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ ഉരുളും. വണ്ടിക്കടയും ഇതിക്കടെ എല്ലാം ഇങ്ങനെ കിടന്ന് ഉരുളുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങോട്ടാ പോകുന്നേ? അല്ലോ കൂട്ടി കയറാൻ മാത്രം കക്ഷിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അഴിച്ചിങ്ങനെ കൊണ്ടിറങ്ങുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാ. നിങ്ങളാ ഈ വഴി കയറി അങ്ങനെ ചാടിപ്പോവാനാണോ? എങ്ങനെയായാലും ചാടിപ്പോണം എൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങ് പോരെ. വാ 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 വാ. സമയമില്ല. വാ. അരമണിക്കൂറൊക്കെ നിന്റെ കൂടെ കിടക്കാൻ ഞാൻ. അത് കൂടുതൽ വാ.
അവനിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാലൊക്കെ ദേഷ്യം വരും കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വലിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക. ഞാൻ ഓർത്ത് ഇനി എന്നെ കടിക്കുമെന്ന്. നമ്മളെ പിള്ളേരൊക്കെ കൂട്ടി കയറി, നീ മാത്രം ഇങ്ങനെ നടന്നോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ഇവിടെ വാ, യാതൊരു ഉത്തരവാദിത്വം ലുക്കാൻ നടന്നാൽ മതി. പോവാണോ അടുത്തോ? അവിടെയൊന്നും ഒരു പൂച്ചയില്ല. വാ, എന്താ മണത്ത് നോക്കുവാ എല്ലായിടത്തും. എന്റെ കയാക്ക് എടാ നിന്നെ ഉണ്ടല്ലോ. അതെ, വേറെ ഏതെങ്കിലും പൂച്ച അവിടെ മുള്ളിട്ടുണ്ടാവും. അതായിരിക്കും അവൻ അവിടെ. അത് ഇന്ന് തന്നെ ഇത് മടക്കി വെക്കണം കേട്ടോ. കുറെ ദിവസമായി കയാക്ക് ഇവിടെ കൊണ്ടിട്ടിട്ട് മടക്കാൻ പറ്റില്ല. എന്റെ ക്യാമ്പിംഗ് കേസ് കണ്ടോ, ഇപ്പൊ മനസ്സിലായോ? എടാ കോക്കോ, അവനറിയാം മുള്ളുണ്ട സ്ഥലമൊക്കെ. അപ്പൊ ഈ പൂച്ചകൾക്ക് പുല്ല് തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ പുല്ല് തിന്നാൻ വേണ്ടി അഴിച്ചു വിട്ടേക്കണാണ്. കുറെ ദിവസം കൂടിയാണ് രാവിലെ ഒന്ന് അഴിച്ചു വിടുന്നത്. കുറെ ദിവസമായിട്ട് എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടോ നിങ്ങൾ അഴിച്ചു വിടാത്തത്.